നമ്മുടെ ഈ വർഷമായി തിരിയാൻ നല്ല രീതിയിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നതായി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്കുള്ള 2026 അഡ്മിഷനും ഇവിടെ വെച്ച് ചെയ്തവர்கள் ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഈ മദ്രസയിൽ 180ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 10 വർഷത്തോളമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നു. അല്ലാഹു ഇനിയും ഉയർച്ചയിലേക്കാവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാനെൻ്റെ കർത്തവ്യത്തിൽ കിടക്കുന്നു. ഈ സംഗമത്തിൽ മുഖ്യാതിഥിയായി നമ്മുടെ സയ്യിദ് അവർകൾ അദ്ദേഹത്തെ ആർദ്രവുമായി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് PK മമ്മുവാജി, അദ്ദേഹത്തെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വേങ്ങര സോൺ SIS സെക്രട്ടറി PK അബ്ദുള്ള സഖാഫിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റ് മദ്രസ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ ഹാജി, ട്രഷറർ യൂസഫ് പനക്കത്ത്, അതുപോലെ മറ്റ് വ്യക്തികളും രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷതയിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സംഗമാവധി ഉദ്ഘാടനം ചെയ്യുവാനായി അധ്യക്ഷന് വേണ്ടി PK അബ്ദുൽ സഖാഫി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, മാനേജ്മെൻറ്റ്, കാരണവന്മാർ, സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 7 വർഷം വളരെയേറെ സന്തോഷകരമായി വലിയ മികവോടുകൂടി നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. പുതിയ കാലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, വളർന്നു വരുന്ന ചെറിയ മക്കൾക്ക് പോലും ധാർമ്മികമായ അച്ചടക്കവും ധാർമ്മികമായ ചുറ്റുപാടും കുറയുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇളം മനസ്സുകളിലേക്ക് വിശുദ്ധമായ ദീനിൻ്റെ സന്ദേശങ്ങളും മദ്ഹിൻ്റെയും ആത്മീയമായ വിജയത്തിനും വളർച്ചയ്ക്കും ഉതകുന്ന ദിക്റുകളും ദുആകളും വിശുദ്ധമായ ഖുർആനിലെ ചെറിയ സൂറത്തുകളുമൊക്കെ മനഃപ്പാഠമാക്കി ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഊണിലും നടത്തത്തിലും എല്ലാത്തിലും ജീവിത ചിട്ട പഠിപ്പിച്ച് ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും കൃത്യമായ നേർരേഖ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ സംവിധാനം വളരെയേറെ മികവോടുകൂടി ഇനിയും വളരേണ്ടതുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ റിസൾട്ടാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഇതിനേക്കാളേറെ സൗകര്യങ്ങളും കളിക്കാൻ ഇതിനേക്കാളേറെ എല്ലാമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ മക്കൾ തിബിയാൻ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സംരംഭത്തോട് ചേർന്ന് നിന്ന്
ഇതിൻ്റെ ഭാഗമാകുന്നത്. മറിച്ച് ചെറിയ പ്രായം മുതൽ തന്നെ